ഡോക്ടർ ആകാശ് തോമസ് ഉമ്മൻ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റും പ്രൊഫസറുമാണ്. മറ്റു പല ആൾക്കാരും പറയുന്നത് ഫേസ് എഡീമ, അതായത് മുഖം രാവിലെ വീങ്ങിയിരിക്കും, ചിലപ്പോൾ അലർജി കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഫേസിൽ ഇങ്ങനെ വീക്കം വരുന്നത് എന്തുകൊണ്ടാണ്? മുഖത്ത് നീര് വരുന്നോടെ രാവിലെ സമയത്താണ് ഈ മുഖത്ത് നീര് കാണുന്നത്. പിന്നെ ഡേ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതാണ് ഈ നീര് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കിഡ്നി ഡാമേജ് എന്ന് പറയും. പക്ഷെ അല്ലാതെ എപ്പോഴും ഉണ്ടെങ്കിൽ വൺ കിഡ്നി ഡാമേജസ് ടു അലർജിക്, ചിലവർക്ക് അലർജി റിയാക്ഷൻ വരും, ആൻജിയോഡിയം അല്ലെ അലർജി റിയാക്ഷൻ പാട്ടായിട്ട് മുഖത്ത് നീര് നല്ലപോലെ. എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാൽ മുഖം മുഴുവൻ വീങ്ങി വരും, കണ്ണിനകത്ത് നീര് വരും, അത് പലപ്പോഴും കാണുന്നതാണ്. അതെ, അന്നേരം ഈവൻ അതിന്റെ കൂടെ ഈവൻ ഡേഞ്ചറസ് ആയിട്ട് ശ്വാസമുട്ടൽ വരെ വരാൻ പറ്റും. അതൊരു അലർജിക് റിയാക്ഷൻ. മൂന്നാമത്തെ നമ്മൾ സസ്പെക്ട് ചെയ്യും തൈറോയിഡിന്റേത്. തൈറോയിഡ് കുറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഫേസിൽ നീര് വരും. അനദർ എൻഡോക്രൈൻ കണ്ടീഷൻ ഇങ്ങനെ നീരുണ്ടാക്കുന്ന പറഞ്ഞാൽ കുഷിങ്സ്, മുഖത്തെല്ലാം നീര്. ടാബ്ലറ്റ് ഒക്കെ ഒരുപാട് കാലം കഴിച്ചു. ഇത് സ്റ്റിറോയിഡ് ടാബ്ലറ്റ് നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഷിങ്സിന്റെ അസുഖം ശരീരത്തിൽ തന്നെ സ്റ്റിറോയിഡിന്റെ പ്രവർത്തനം കൂടുന്നത്. പിന്നെ ഒരു റയർ പോസിബിലിറ്റി ഉണ്ട് സുപ്പീരിയർ വീന കേബിൾ സിൻഡ്രോം, നമ്മൾ മെഡിക്കൽ ഇതിൽ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്ന നമ്മുടെ മേൽഭാഗത്ത് നിന്ന് ഹാർട്ടിലേക്ക് വരുന്ന ഒരു മെയിൻ വെസലാണ് സുപ്പീരിയർ വീന കേബിൾ. അന്നേരം അതിന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ നീര് അങ്ങോട്ട് ഡ്രെയിൻ ചെയ്യാൻ പറ്റാതെ മുഖത്ത് ഇങ്ങനെ നീര് കെട്ടിയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ കോമൺ കണ്ടീഷൻസ് മുഖത്ത് നീര് വരാനുള്ള കാര്യങ്ങൾ. ഒരുപാട് സ്ത്രീകളിൽ കാലിൽ നീരുണ്ട്, എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് അതിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, എന്നാലും അവർ വറീഡാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സ്ത്രീകളിൽ കാലിൽ നീര് വരികയാണ്? ഒന്ന് ബോഡിയുടെ ഹോർമോൺ ചേഞ്ചസ് അവരുടെ മെയിൻ ഇത്. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി. ഇപ്പൊ ഒരാളുടെ ജോലിയുടെ പാർട്ടായിട്ട് അയാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുന്നു, കണ്ടിന്യൂസ് സിറ്റിംഗ്, അല്ലെങ്കിൽ ജോലിയുടെ പാർട്ടായിട്ട് കണ്ടിന്യൂസ് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരാള്, നിൽക്കേണ്ട ജോലി ചെയ്യുന്ന ആള്, അവർക്ക് കാലിൽ നീര് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. വേറെ അസുഖങ്ങൾ നടക്കുന്ന ആൾക്കാർക്ക് അത്ര ഉണ്ടാവണമെന്നില്ല, പക്ഷെ സെഡൻഡറി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് നീര് നോർമലി വരാനുള്ള ചാൻസ്. എന്നിരുന്നാലും സ്ത്രീകളിൽ പലപ്പോഴും ഇതൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു അസുഖം ഇല്ലാതെ. അന്നേരം നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതിന് അവർക്ക് മനസ്സിലാവും. പേടിക്കേണ്ട, ഫസ്റ്റ് ഓഫ് ഓൾ അത് പേടിക്കേണ്ട ഒരു കാര്യമല്ല. നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ കോസ് ഡോക്ടർ നേരത്തെ പറയും വെരിക്കോസ് വെയിൻ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലൈന്റ്, കാലിൽ നീര് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഈ വെരിക്കോസ് വെയിൻസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് വരുന്ന ഇതാണ് ആർട്ടറിയും, ഹാർട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ വെയിൻസിന്റെ. അതിന് ഈ വെയിൻസിൽ ഒരു സിംഗിൾ വേ, ഒരു എന്താ പറയുന്നത്, ഒറ്റ പാത്താണ്, അത് തിരിച്ചു വരാൻ പാടില്ല, ഒരു വേയിലൂടെ മാത്രം പോകുന്ന ഒരു ഇതാണ്. അന്നേരം ഇതിനൊരു വാൽവ്സ് ഉണ്ട്. അന്നേരം ഈ വാൽവ്സിന് ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ വഴി എന്ന് പറഞ്ഞ ഒരു ഇതില് ആ വാൽവ്സ് ഡാമേജ് ആകുന്നതാണ്, ആ നീര് താഴേക്ക് കിട്ടും. അവിടെ അത് കാരണമാണ് ഈ നീര് വരാനുള്ള കാരണം, വെരിക്കോസ് വെയിൻ. ഡോക്ടർ, ഇപ്പൊ ശരീരത്തിൽ കാലിന് നീരാണ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്നത്, പക്ഷെ ഒരു ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു രോഗിക്ക് ഇതേപോലെ അസുഖങ്ങളൊക്കെ വന്നാൽ കാലിൽ നീര് കാണണമെന്നില്ല. അപ്പൊ എവിടെയാണ് അവർക്ക് നീരുണ്ടാവുന്നത്? ഈ ബെഡ് റിഡൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ ഇമ്മൊബിലൈസ്ഡ് ആയി. ഇമ്മൊബിലൈസ്ഡ് ആവുന്നതോടെ നമ്മൾ ആരായാലും, നമ്മൾ ഈവൻ ഹെൽത്തി പേഴ്സൺ ആയാലും വെറുതെ ഡോക്ടർ ഗിരീഷ് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്നതാണ്, കണ്ടിന്യൂസ് ഇരിക്കുന്നതാണ്, സെഡൻഡറി ആയിട്ട് വരുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അസുഖം കാരണം അവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ വരുന്നതിനെ കണ്ടിന്യൂസ് കിടക്കുന്നതിന് നീര് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവർക്ക് നമ്മൾ കാലേ നീരിനേക്കായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബാക്കിലായിരിക്കും, പിൻഭാഗത്ത്. ബിക്കോസ് അവിടെയാണ് ഡിപ്പെൻഡന്റ് ഏരിയ, അങ്ങോട്ടായിരിക്കും നീര് കൂടുതൽ കാണുന്നത്. പിന്നെ നീര് കൂടുതൽ ഫസ്റ്റ് പുറയിലായിരിക്കും, ബാക്കിലായിരിക്കും, എല്ലാം നിർബന്ധമില്ല. അതെ. ചെറിയ കുട്ടികൾ ഇങ്ങനെ ശരീരം മുഴുവൻ നീരുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്, അതെന്താണത്? അത് നമ്മൾ ഈ നെഫ്രൈറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്, നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിക് സിൻഡ്രോം ആണ് പറയുന്നത്. കിഡ്നിയിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത്. അത് യൂഷ്വലി അവരുടെ ഇതിൽ ട്രീറ്റ് ചെയ്ത് അത് ഗുഡ് പ്രോഗ്നോസിസ് ആണ്, പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യാൻ. പെട്ടെന്ന് ഒരു ശ്രദ്ധിക്കാതിരുന്നാൽ വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. അന്നേരം അവർക്ക് വിട്ടുവിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ, പ്രോട്ടീൻ കുറയുന്നുണ്ട്, ബോഡിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ഇതുണ്ട്. പക്ഷെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പ്രോട്ടീൻ മാൽനറിഷ്മെന്റ്, കുട്ടികളിലൊക്കെ പ്രോട്ടീൻ മാൽനറിഷ്മെന്റ് അല്ലെങ്കിൽ വയറ്റിനകത്തോടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, അതിലൊക്കെ പ്രോട്ടീൻ കുറഞ്ഞു പോയി ഇതേപോലെ നീരുണ്ടാകാനുള്ള സാധ്യതയില്ല. ഡെഫിനറ്റ്ലി. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെരി ഇമ്പോർട്ടൻറ്റ്, അത് ഡിഫറെന്റ് ലെവൽസിലാവാം. ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പർ അല്ല, മാൽന്യൂട്രീഷൻ കാരണം പ്രോപ്പർ ഫുഡ് എടുക്കുന്നില്ല, പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡയറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് പോകുന്നു, അങ്ങനെ വരുന്നതാണ് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് പ്രോട്ടീൻ കുറഞ്ഞിട്ട് നീരുണ്ട്. രണ്ടാമത്തെ കാര്യം ലിവറിൽ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ലിവറിലാണ് ഇത് മാനുഫാക്ചർ, അന്നേരം അവിടെ ഡാമേജ് വല്ലാതെ ഉണ്ടാകാൻ പറ്റും. 3 നമ്മുടെ കിഡ്നി ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ലെവൽസ് എല്ലാം നോർമൽ, പക്ഷെ കിഡ്നി ഡാമേജ് വരുന്നതിന് പ്രോട്ടീൻ ലോസ് ഉണ്ടാവും, ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ ലോസ് ഉണ്ടാകുന്നതിന് ഇതുണ്ടാവും. അനദർ പ്രോട്ടീൻ ലോസ് ആണ് ഡോക്ടർ ഗിരീഷ് പറഞ്ഞ പോലെ വയറ്റിലുള്ള അസുഖം, പ്രോട്ടീൻ ലൂസിങ് എൻട്രോപ്പതി, അത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് തൊട്ട് ഇൻഡസ്റ്റൈൻസിൽ അസുഖം ഉണ്ടെങ്കിൽ അബ്സോർബ് ചെയ്തതിന് പകരം കൂടുതൽ ലോസ് സ്റ്റൂളിനകത്ത് അങ്ങ് പോകുന്നതാണ് നമ്മുടെ പ്രോട്ടീൻ ലോസ് വരുന്നതിന് നീരുണ്ടാകാൻ പറ്റും. അതെ.
ഇങ്ങനെയുള്ള നീരുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് നീരുണ്ട്, ചിലരൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ഇങ്ങനെ നീരുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ബിഫോർ വി സേ അത് ജസ്റ്റ് എന്താ പറയുന്നത്, നമ്മൾ ഇരിക്കുന്നതിനെ കൊണ്ടോ നിൽക്കുന്നതിനെ കൊണ്ടോ അങ്ങനത്തെ ഒരുപാട് ട്രാവൽ ഒക്കെ ചെയ്ത് ഇപ്പോ 16 hours ഒക്കെ ഫ്ലൈറ്റ് ട്രാവൽ വന്ന പലർക്കും നീരുണ്ട്. അത് മിക്കവാറും എല്ലാം നോർമലായി. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് തിങ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊന്നും ഇല്ല. അത് നോക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രീത്ത് ഈസി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് നോക്കി വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ അതിനനുസരിച്ച് എന്താ കണ്ടിന്യൂസ് ഇരിക്കാതിരിക്കുകയോ ഇടയ്ക്ക് ഇണ്ണിച്ച് നടക്കുക. ചിലവരുണ്ട് ഈ ഒത്തിരി ഉപ്പ് കൂടുതലെടുത്ത് അതിന് സോൾട്ട് ആൻഡ് ഫ്ലൂയിഡ് റിട്ടൻഷൻ അത് അവോയ്ഡ് ചെയ്യുക. ചില മെഡിസിൻസ് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബിപിക്ക് കൊടുക്കുന്ന ചില മെഡിസിൻസ് നീര് വരാറുണ്ട്. അത് കുഴപ്പമില്ലെങ്കിൽ കൂടെ അത് രോഗി മനസ്സിലാക്കേണ്ടതാണ്. ഏത് മെഡിസിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ഈ ബിപിയുടെ നീരുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് സൈഡ് എഫക്റ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ കിഡ്നി ഡാമേജോ ലിവർ ഡാമേജോ ഉണ്ടായിട്ടല്ല. അത് ജസ്റ്റ് നമ്മൾ സ്പഞ്ച് വെള്ളത്തിലിടുന്നതാണ്, അല്ലെങ്കിൽ തുണി വെള്ളത്തിലിടുന്ന അബ്സോർബ് ചെയ്യുന്ന പോലെ ഫ്ലൂയിഡ് ഇച്ചിരി റീറ്റെയിൻ ചെയ്യുന്നത് മാത്രമാണ്. വെളിയിലോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ പലരും അത് സംഭവിക്കുന്ന സമയത്ത് കിഡ്നി ഡാമേജ് ആയി ഉടനെ തന്നെ നിർത്തണമെന്ന് ഡോക്ടറോട് പറയാറുണ്ട്, കമ്പൽ ചെയ്യാറുണ്ട്, നിർത്തിക്കാറുണ്ട്. യെസ്, അത് നമ്മൾ അന്നേരം അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ബിക്കോസ് BP കൺട്രോൾ അല്ലെങ്കിലാണ് തിരിച്ചൊരു കോംപ്ലിക്കേഷൻ വരുന്നത് കിഡ്നി ഡാമേജ്. ആ കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി പെർമനന്റ് കിഡ്നി ഡാമേജ് ആയിരിക്കും, റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആയിരിക്കും. അതായത് നമ്മൾ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ചിലവർക്ക് ഇഫ് ഇറ്റ് ഈസ് മൈൽഡ് നീരാണ്, അവരെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല, അത് കണ്ടുകൊണ്ട് അവരുടെ ആ മനസ്സിന്റെ പേടി കൊണ്ട് മാത്രം അവർ വന്നതാണ് കൗൺസിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കും. ചിലവർക്ക് അൺഫോർച്ചുനേറ്റ്ലി നീര് ഇച്ചിരി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേറൊരു മരുന്നിലേക്ക് മാറ്റുക. അത് ഇച്ചിരി നാൾ ചിലപ്പോൾ ആദ്യം അത് ഒത്തിരി വർഷമായിട്ട് കഴിച്ച മരുന്നായിരിക്കും, ഒരു കുഴപ്പമില്ലാതിരുന്ന് പെട്ടെന്നായിരിക്കും നീരുണ്ടാകുന്നത്. അത് ചിലവർക്ക് തുടക്കത്തിൽ തന്നെ വരും. അതൊരു ഇതൊന്നല്ലാതെ ഒരു ഡാമേജ് കൊണ്ട് വരുന്ന മരുന്നിന്റെ ഒരു ഓർഗൻ സൈഡ് എഫക്റ്റ് അല്ല.